ഞാനിങ്ങനെ STC ചെയ്ത് ആ തീരുമാനം എടുത്ത എല്ലാ എന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡൗൺലൈൻസിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് ബിസിനസ്സിനോട് ഇഷ്ടമായിട്ടോ ബിസിനസ് പഠിച്ചിട്ടോ ഒന്നല്ല. ഞാൻ ചെറുപ്പത്തിലെ ഉള്ള ഒരു ഹാബിറ്റാണ് എഴുതുക എന്നുള്ളത്. അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ട് മകളെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി. മകള് സിംഗറും കൊച്ചിങ്ങല പോലെ സിംഗറും കൂടിയാണ്, പ്ലേബാക്ക് സിംഗറും കൂടിയാണ്. അവളെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു, ചെയ്തു, നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളില്, പഞ്ചായത്തില്, അതേപോലെ ബ്ലോക്കില്, അതുപോലെ ജേർണലിസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോഴും ഒരു 4 ജോലിയാണ് ചെയ്യുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ ഒരു ടാസ്ക്കാണ് ഒരു ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുക എന്നുള്ളത്. ആ സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത്. അന്നേരം എന്നോട് പിന്നെ പല പ്രാവശ്യം ഞാൻ ഈ ബിസിനസ് നിർത്താൻ ഉള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ബിസിനസ്സിൽ ഞാൻ പല ജോലി ചെയ്യുന്ന എന്റെ സമയം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പല ജോലികൾ ചെയ്യുന്നത്. ആ സമയം ഈ ഒരു ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുകയും എഫേർട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി തരാൻ സാധിക്കുമെന്ന് എന്നെ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, NTC ലീഡറായിട്ടുള്ള റഫീഖ് സാറാണ്. അദ്ദേഹത്തെ കൈകൊള്ളുക. അതേപോലെ തന്നെ ഞാൻ ഈ STC ആയതും ഇന്ത്യ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ഇതിന്റെ കൂടെ അതേ അപ്ലൈൻ ആയിട്ടുള്ള സന്ദീപ് സാർ, STC ലീഡറായിട്ടുള്ള സന്ദീപ് സാറിന്റെയും RTC ലീഡറായിട്ടുള്ള സന്ദീപ് സാറിന്റെയും സപ്പോർട്ട് കൂടിയാണ്. അവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഞാൻ ഈ ബിസിനസ്സില് എനിക്ക് വന്ന മാറ്റം, അല്ലെ ഞാൻ ഈ ബിസിനസ് എന്തിന് ഏറ്റെടുത്തു എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. പാസീവ് ഇൻകം, ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ കണ്ടുകൊണ്ടാണ് ഉണ്ടതെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 മാസം കാലം ഒന്ന് കിടപ്പിലായി. അന്നേരം ഒന്നിലധികം ജോലി ചെയ്യുന്ന എനിക്ക് അവിടുന്ന് ചെറിയ റെമ്യൂണറേഷൻ മാത്രമാണ് കിട്ടിയത്. പക്ഷെ ഈ ബിസിനസ്സിൽ നിന്ന് ആഴ്ചയിലേക്ക് 10,000 മാസത്തിൽ 40,000 രൂപ വരെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മാറ്റം എന്ന് പറയുന്നത് വേഷവിധാനത്തിൽ പോലും പ്രാധാന്യം നൽകിയപ്പോൾ ഞാൻ ഈ വേഷത്തിൽ നിന്നത് തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ്. അതേപോലെ തന്നെ ഒരുപാട് ജോലി ചെയ്തിട്ട് ഒരു പൂ പോലും ഒരു റെക്കഗ്നൈസേഷൻ ആയിട്ടോ ഒരു അപ്രീസിയേഷൻ ആയിട്ടോ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ പൂക്കാനാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ ബോണസ്, അലവൻസ് ഒക്കെ നിന്ന് കിട്ടുന്ന പിന്നെ എന്തിനാ ജോലി? അപ്പൊ എനിക്ക് പറ്റുന്നത് നിങ്ങൾക്കും പറ്റും. ഏറ്റെടുത്ത് ചെയ്യുക, തീരുമാനം എടുക്കുക, മുന്നോട്ട് പോകുക.